ഏത് പത്രത്തിലാണ് ഫലസ്തീനിയെ വെടിവെച്ചു കൊന്നു, യഹൂദൻ വെടിവെച്ചു കൊന്നു എന്ന് വാർത്തയില്ലാത്ത ഒരു പത്രം ഇറങ്ങുന്നുണ്ട് അവിടെ? എങ്ങനെയാ വെടിവെക്കണം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മാനുകളെ. അഭയാർത്ഥി ക്യാമ്പിൽ റെയ്ഡ് നടത്തിയെന്ന്, വീട് ഇടിച്ച് നിരത്തിയപ്പോൾ കൊല്ലാൻ കിട്ടാത്ത ആളുകളാണ് ഈ അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോണത്. ഈ ഫുൾഡോസർ രാജ് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഈ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഈ ബന്ധത്തിൽ കൂടി കിട്ടുന്നതായ പാഠങ്ങളാണിതൊക്കെ. ഇസ്രായേലിൻ്റെ ബുദ്ധിയാണിതെല്ലാം. ഇസ്രായേൽ ഇങ്ങനെ ഇടിച്ച് തകർത്തപ്പോൾ കൊല്ലാൻ കിട്ടാത്തതായ ഫലസ്തീനികൾ, ആ മുസ്ലിങ്ങളൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അഭയാർത്ഥി ക്യാമ്പ്. അങ്ങോട്ടാണ് യഹൂദ പട്ടാളം തോക്കുമായി റെയ്ഡിന് കയറി ചെല്ലണത്. ആയുധധാരികളായ പട്ടാളം കയറി ചെല്ലുമ്പോൾ അവർ കയറി ചെന്നാൽ അവർ അന്വേഷിക്കുന്ന ആരാന്നറിയോ? പെൺകുട്ടികളെ അന്വേഷിക്കുന്നത്. പെൺകുട്ടികളെയാണ് അന്വേഷിക്കുന്നത്. കാരണം ഫലസ്തീനികൾ ഏറ്റവും സൗന്ദര്യമുള്ള വനിതകളാണ്. അത് ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽ ഇങ്ങോട്ട് പോന്ന, അതായത് സയ്യിദന നബി യൂസുഫ് അലൈഹി സ്വലാത്തു യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരക്കുഞ്ഞുങ്ങളാണ് ഇവർ. യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലേക്ക് കൊണ്ടുവന്ന ചരിത്രം നിങ്ങൾക്ക് അറിയാം. സൂറത്ത് യൂസുഫിൽ ഈ വിഷയം നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ട യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും തൻ്റെ മാതാവിനെയും സഹോദരങ്ങളോടൊപ്പം മിസ്റിലേക്ക് ക്ഷണിച്ചു വരുത്തി ആര്? അന്ന് മിസ്റിൻ്റെ അധിപനായ മഹാനായ സയ്യിദന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകത എന്താണ്? സൗന്ദര്യത്തിൻ്റെ നിറകുടം, ലോക സൗന്ദര്യവാനാണ്. റസൂലുള്ളാഹി തങ്ങളെ മാറ്റിവെച്ചാൽ പിന്നെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും അറ്റം ബഹുമാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിന്തലമുറക്കാരാണ് ഇന്നത്തെ ഈ ഫലസ്തീനികൾ. ആ ഫലസ്തീനികൾ ഏറ്റവും സൗന്ദര്യവതികളാണ്. യഹൂദ പട്ടാളത്തിന് വേണ്ടത് പെൺകുട്ടികളാണ്. സ്വന്തം ബാപ്പാൻ്റെ മുമ്പിൽ, സ്വന്തം സഹോദരൻ്റെ മുമ്പിൽ തൻ്റെ പെങ്ങളെ പിടിച്ച് വലിക്കുമ്പോൾ ആരാണ് പ്രതിരോധിക്കാതിരിക്കുക? പറ. ആ പ്രതിരോധിക്കുമ്പോഴാണ് നെഞ്ചിലേക്ക് വെടി. അങ്ങനെ നമ്മൾ പത്രത്തിൽ കാണുന്നതൊക്കെ അങ്ങനെയാ, തലയ്ക്ക് വെടിയേറ്റ്, നെഞ്ചിന് വെടിയേറ്റ് ഇന്ന ഫലസ്തീനി ആ അഭയാർത്ഥി ക്യാമ്പിൽ മരിച്ചു വീണു. ഇങ്ങനെയാണ്. യഹൂദ പട്ടാളം വെടിവെച്ചിടുമ്പോൾ ആരുണ്ട് ജനങ്ങളെ ചോദിക്കാൻ? ആരുണ്ട്? ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ പെരുവഴിയിലായപ്പോൾ ചോദിക്കാൻ ആരുമില്ലെങ്കിലും കോടതി ഇടപെട്ടു. ഇത് ചെയ്യുന്ന അനീതിയാണ്. കോടതി ആരും പോയി കേസ് കൊടുത്തിട്ടല്ല, സ്വന്തം കോടതി ആ കേസ് ഏറ്റെടുത്തു. നിങ്ങൾ മര്യാദയ്ക്കായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുള്ളുകൊണ്ട് തന്നെ മുള്ളിനെടുക്കും. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളൊന്നും പണിയെടുക്കൊന്നും വേണ്ട, നിങ്ങൾ ചുമ്മാ ഇരുന്നാൽ മതി. അവരിൽ പെട്ടവരെ കൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ തടയും. നേരിക്കേറെ ഖുർആനാണ്. അങ്ങനെ തടയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ ലോകം നിലനിൽക്കൂല, ലോകം തകർന്നു പോവും, മൊത്തം നശിച്ചു പോവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞു വന്നത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണിത്. ഇന്ന് അനൈക്യത്തിൻ്റെ കാര്യമല്ല. ജമാഅത്തു റഹ്മത്തുൻ വൽ ഫിർഖത്തു അദാബുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഐക്യമാണ് കേട്ടോ അനുഗ്രഹം. ഐക്യം അനുഗ്രഹമാണെങ്കിൽ അനൈക്യം നാശമാണ്, ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ നാട്ടിൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐക്യപ്പെടുക. എന്തിനാണ് ജനങ്ങളെ കൈ എവിടെയെങ്കിലും കെട്ടട്ടെ? കൈ കെട്ടിയില്ലെങ്കിൽ കെട്ടണ്ട, ദ്വാരക്കണില്ലെങ്കിൽ ദ്വാ ചെയ്യാണ്ട് പോട്ടെ. പക്ഷെ ഈ ചെയ്യുന്നവരെ ആക്ഷേപിക്കല്ലേ. കൈ നിനക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റണില്ല, ആയിക്കോട്ടെ, ഒരുത്തരും ഇങ്ങനെ കെട്ടുകയാണ്, എന്തിനാണ് ഇപ്പോൾ അവൻ്റെ പുറകെ പോയി കിടന്ന് ഉപദ്രവിക്കുന്നത്? ഈ ഒരു ശൈലി മാറ്റ്. നിങ്ങളുടെ നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങാൻ, സമുദായത്തിന് അനുഗ്രഹം ഉണ്ടാകാൻ, സമുദായത്തിന് രക്ഷ കിട്ടാൻ. അതാണ് ജമാഅത്തു റഹ്മത്തുൻ അൽ ഫിർഖത്തു അദാബുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഐക്യത്തിലാണ് കേട്ടോ വിജയവും സന്തോഷവും സമാധാനവും. അനൈക്യത്തിലാണ് കേട്ടോ നാശവും ശിക്ഷയും അപകടവും. എവിടെയെല്ലാം തകർച്ച സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അനൈക്യം സംഭവിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം എടുത്തിട്ട് ഓതും അള്ളാഹുവിൻ്റെ പാശത്തിനെ മുറുകെ പിടിക്ക്, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. എല്ലാവരും അങ്ങനെ തന്നെ ഓതണം, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. ഇന്ന് ഞാൻ അങ്കമാലി പള്ളിയിലെ മെമ്പറിൽ ഖുത്ബ ഓതിയാളാ. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. ഈ ആയത്ത് ഓതാതെ ഒരു ഖത്തീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങണില്ല എന്ന് എൻ്റെ അഭിപ്രായം.
കൈ എവിടെ കെട്ടണ ഖത്തീബ് ആവട്ടെ, തോതാതെ ഇറങ്ങണില്ല എന്നാണ് എൻ്റെ പറഞ്ഞു. പക്ഷേ ഇറങ്ങിയതിൻ്റെ ശേഷം അസ്സലാമു അലൈക്കും എന്നും പറഞ്ഞ ഒരാൾ വന്നാൽ നീ എൻ്റെ ഗ്രൂപ്പല്ല, നീ എൻ്റെ പാർട്ടിയല്ല. എങ്ങനെ ഈ സമുദായം രക്ഷപ്പെടും ബഹുമാനികളെ? അതുകൊണ്ട് ഞാൻ പറയുന്നു, അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും നിഷേധിക്കാൻ നിൽക്കരുത്. അത് വലിയ ഗൗരവമാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റണില്ല, വേണ്ട, അംഗീകരിക്കണ്ട, ചെയ്യണവർ ചെയ്തോട്ടെ. എന്തിനാണ് ഇവരിത് ചെയ്യുന്നത്? അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് തഖ്വയാണ്. ഞാൻ ഖുർആൻ ഓതിയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. തന്നെയല്ല, ഇതെല്ലാം ഇവിടെ റെക്കോർഡാണ്. ഇപ്പം ചുമ്മാ എന്തെങ്കിലും പോയി പറഞ്ഞുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്നും പറയാനൊന്നും പറ്റൂല. നമ്മളിന്നൊരു വാക്ക് പറഞ്ഞാൽ ഈ ലോകം ഉള്ള കാലം വഴിയും അത് മൊത്തം റെക്കോർഡായിട്ട് അവിടെ കിടക്കും. വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ട കാലമാണ്. പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകാറുണ്ട്, ഇപ്പോൾ അത് പറ്റൂല, എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് കേൾക്കാവുന്ന സൗകര്യം. അങ്ങനെ നമ്മുടെ സലീം സാഹിബുമൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണെന്ന് പറഞ്ഞു, ലൈവായിട്ടാണ് പരിപാടി ഉസ്താദ്. ഞാൻ പറഞ്ഞു എന്താ സംഗതി പോയി, ലൈവായിട്ടാണ് ഈ സംഗതി പോയി. കാരണം എന്താ, വീട്ടിൽ നിന്ന് മലന്നിടുന്നുകൊണ്ട് കേൾക്കാം, പാട്ടപ്പിരിവ് ഉണ്ടാവില്ല, ലേലം ഉണ്ടാവില്ല, പൈസയും ചോദിക്കില്ല, സ്വസ്ഥമായിട്ട് കണ്ടുകൊണ്ട് കിടക്കാം. ആവശ്യം കഴിയുമ്പോൾ കിടന്നുറങ്ങാം. ഇവിടെ ഇപ്പം അങ്ങനെയല്ല. ഇവിടെ ചിലപ്പോൾ വെച്ച് കഴിയുമ്പോൾ പാട്ട വരുമായിരിക്കും, ബക്കറ്റ് വരുമായിരിക്കും. ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ നാടിൻ്റെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യൻ തുടങ്ങി വച്ചതിനെ മുടക്കാതെ തകർക്കാതെ അതിനെ കോർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവർ പോയ വഴിക്ക് പോകാനുള്ള മാർഗം. അവരുമായിട്ട് കൂടിച്ചേരുക, അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവർ കൊളത്തി തന്നതാണ് ഇവിടെ കാണുന്നതല്ല. ഈ ഒരാൾ മാത്രമല്ല, സെക്രട്ടറി മാത്രമല്ല, എന്നോട് സംസാരിച്ചവരെല്ലാം പറഞ്ഞു, ഉസ്താദെ ഇവിടെ കാണുന്നതെല്ലാം മഹാനായ ഉസ്താദിൻ്റെ സംഭാവനകളാണ്. ആ മനുഷ്യനെ ലോകത്തെങ്ക് മറക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ മറന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളല്ലേ വലയും കഫറത്തുനിന്ന് പടച്ചോൻ പറഞ്ഞത്, നന്ദിയില്ലാത്ത വർഗം ഇന്ന അദാബി ലശദീദ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാന്താണെന്നറിയോ, അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും നിഷേധിക്കാൻ നിൽക്കരുത്. അള്ളാഹുവിൻ്റെ ആരാധനാ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. അള്ളാഹ് ആദരിക്കാൻ പറഞ്ഞതാണ് ഈ രണ്ട് അടയാളങ്ങളുള്ള ആളുകളെ. അതിനോടൊപ്പം തന്നെ ഷഹീദിന് വലിയ പവറുണ്ട്. ആ നിലയ്ക്കല്ലേ രോഗമായി കിടന്ന് മൗത്തായ മനുഷ്യനാണോ അത്? അദ്ദേഹം ഷഹീദാണെന്നുള്ളതിനെ പറ്റി ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്ന അവർ മൗത്തായിട്ടില്ല എന്നല്ലേ, അവർ ഹയാത്തിലിരിക്കുകയാണ്. ഓഹും യുർസഖൂന്ന് വരെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക, ചുമ്മാ ഇരിക്കുമല്ല, അവർ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ നിലയ്ക്ക് ഉയർത്തപ്പെട്ടൊരു മഹാനല്ലേ. ചുമ്മാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സാധാ മനുഷ്യനാണെങ്കിൽ ഈ പെരുവഴിയിലൂടെ പോകുന്ന മുഴുവൻ ആളുകൾക്കും സലാം ചെല്ലാവുന്ന നിലയ്ക്ക് ആ മനുഷ്യനൂടെ കൊടുക്കുമോ? എന്തോ ഒരു ഐശ്വര്യമുള്ള അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഓരോന്നും. അപ്പം ഇതിനെ നിഷേധിക്കാനും നിന്ദിക്കാനും നിന്നാൽ ഞാൻ ഒരു കാര്യം ഒന്നുണർത്തിയാണ്, നമ്മൾ അപകടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറയാണ്. ആദരിച്ചതിനെ അനാദരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് ഇതിൻ്റെ ശിക്ഷ മാറ്റിവെച്ചോളണമെന്നില്ല. ഇവിടെ അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചുമ്മാ കഥ പറയല്ല, ഇത് ഉണ്ടായ സംഭവം സൂചിപ്പിക്കുക നിങ്ങളുടെ മുമ്പിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ഒരുത്തൻ അനാദരിച്ചാൽ, നിന്ദിച്ചാൽ അതിൻ്റെ അടി ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവും. പലരുമൊക്കെ സംശയിക്കേ, ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളാണല്ലോ, എന്തെല്ലാം രീതിയിൽ സക്കാത്തിൻ്റെ പുറമെ എത്രയോ നിലയ്ക്ക് ഞാൻ സദക്ക ചെയ്യുന്ന ആളാണ്, എന്നിട്ടും എനിക്ക് എന്തിയാ ഇതുപോലുള്ള ഇടങ്ങേറും ഈ നാണക്കേടും ഈ വിഷമമൊക്കെ പറ്റിയത്? ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോയതാ, നമ്മുടെ പ്രവൃത്തി കൊണ്ടിട്ട് തന്നെ സംഭവിച്ചതാണ്. ഞാൻ അതിനാ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നത്. ആദരിക്കേണ്ടതിനെ അനാദരിച്ചാൽ ഇവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അടി തരും. ഒരു 1-ാം നമ്പർ തെളിവാണ് മഹാനായ ശൈഖുൽ അംബിയ സയ്യിദന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷയിൽ ഞാനിത് പറയുന്നു മാത്രമേ ഉള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ഒരു സാധാ കപ്പലാണോ അത്? 900 വർഷം ഈ നല്ല വഴിയിലേക്ക് ഇതൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴികളായി ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ദിവസത്തെ പരിപാടിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറക്കുമോ, അല്ലെങ്കിൽ വന്നതൊക്കെ പാകപ്പെടുത്തുമോ, വരുന്നവർക്കൊക്കെ വിളമ്പി കൊടുക്കുമോ, ഏതെങ്കിലും ഒരു ഉസ്താദിനെ വിളിച്ച് ദ്വാരിപ്പിക്കുകയോ അല്ലെങ്കിൽ തങ്ങളെ വിളിച്ച് ദ്വാരിപ്പിക്കുകയോ ചെയ്ത ഇടപാട് തീരൂലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പരിപാടിയോട് അനുബന്ധിച്ച് അനുസ്മരണത്തിനോടനുബന്ധിച്ച് ഈ 2 ദിവസത്തെ പരിപാടിയൊക്കെ വെച്ചേക്കണം എന്തിനാ? വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ. നമ്മുടെ നാട് രക്ഷപ്പെടാനുള്ള പദ്ധതിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് ചുമ്മാ അങ്ങ് പറഞ്ഞു പോവുമല്ല. അള്ളാഹിൻ്റെ ഹബീബ് സത്യം ചെയ്തുകൊണ്ടിട്ട് ഒരിക്കലും ഒരു വർത്തമാനം പറഞ്ഞു. സത്യം ചെയ്തുകൊണ്ട്, വല്ലദീ നഫ്സീ ബിയദി,
ലയൻഖുദനൽ ഇസ്ലാമു ഉറുവതൻ ഉറുവ ഹത്താ ലാ യുഖാലു അല്ലാഹ്. ഭയങ്കര വർത്താന. ഞാൻ സാധാരണ ഇതൊക്കെ പിന്നെ ഒരു ദിവസം വഴുതു പറയുന്ന ഹദീസാ. ഞാൻ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ വിവരമുള്ളവരും ഗ്രഹിക്കാൻ കഴിവുള്ളവരും എല്ലാ നിലയ്ക്കും എന്നേക്കാൾ യോഗ്യതയുള്ളവരുമാണ്. ഞാൻ ഈ ഹദീസ് അങ്ങോട്ട് പറഞ്ഞു തരിക. സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു കാര്യം പറഞ്ഞു. വല്ലദീ നഫ്സി ബിയദി. ഈ പരിപാടി എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കണേ. ഞാൻ മറ്റത് പറഞ്ഞുതരാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പല്, ആ കപ്പലുണ്ടാക്കാനുള്ള കാരണം ഈ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ്. ഇത് പരാജയപ്പെട്ടാൽ പോയി, നാശം വരും എന്നുള്ളതിൻ്റെ കാര്യം ഉറപ്പാണ്. അതിവിടെ ശ്രദ്ധിച്ചോ. 900 വർഷം വഴുത് പറഞ്ഞു. 900 വർഷം. ഇവിടെ 2 ദിവസത്തെ വഴുത്. നബി തങ്ങൾ സത്യം ചെയ്തുകൊണ്ടിട്ട് പറഞ്ഞു, ലയൻഖുദനൽ ഇസ്ലാമു ഉറുവതൻ ഉറുവ. സമുദായം ദീനീ സംസ്കാരത്തിൽ നിന്നും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കും. കാലം വരുമ്പോൾ ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും പിന്നോട്ടടിക്കില്ല. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കി, എവിടെയാണ് ബഹുമാനികളെ ദീനുള്ളത്? എവിടെയാണ് സഹോദരന്മാരെ സഹോദരിമാരെ തഖ്വയുള്ളത്? ഏത് കാര്യങ്ങളെടുത്താലും അവിടെ എല്ലാം ആർഭാടങ്ങളും ആഭാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ആഭാസത്തരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഭാസത്തരങ്ങൾ എല്ലാം ഈ ദീനിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് എടുത്ത് ചിന്തിച്ചു നോക്കിയേ, എവിടെയാണ് ഇപ്പോൾ ഈ ദീനുള്ളത്? ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 10-30 വർഷം മുമ്പൊക്കെ ഒരു നിക്കാഹിൻ്റെ മജ്ലിസിൽ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ക്യാമറ മിന്നിയാൽ അല്ലാഹു അക്ബർ. കാരണന്മാർ സമ്മതിക്കില്ല, ഉലമാക്കൾ മാത്രമല്ല, നിക്കാഹ് കഴിക്കാൻ വന്നെ ഖത്തീബ് ഉസ്താദ് എഴുന്നേറ്റ് പോവും. ഒരു 30 വർഷത്തിൻ്റെ മുമ്പ്. ഇന്ന് അവസ്ഥ എവിടെ എത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരാണും പെണ്ണും ഇടകലർന്ന ഒരു നിക്കാഹ് നമ്മുടെ ഒരു 30 കൊല്ലത്തിന് ഇവിടെ നിറച്ച ആൾക്കാരിപ്പുണ്ടല്ലോ. ചെറുപ്പക്കാർ പിള്ളേരോടെല്ലാം ചോദിക്കുന്നത്, ഒരു 30 വർഷത്തിൻ്റെ മുമ്പ് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്നുകൊണ്ടിട്ടുള്ളൊരു നിക്കാഹ് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കി. ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു 2 കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യനാ. നബി തങ്ങളുടെ ആ പടി കടന്നിങ്ങോട്ട് കയറി വരികയാണ്. അപ്പം അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു 2 ഉമ്മമാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബി ഇങ്ങോട്ട് കടന്നു വന്നാണ്ട് കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു, ഇഹ്തജിബാ, നിങ്ങൾ 2 പേരും എഴുന്നേറ്റ് അകത്തേക്ക് പോ. അപ്പം 2 ഉമ്മമാരും ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആ വരുന്ന 2 കണ്ണും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ, കുരുടനല്ലേ, ഞങ്ങളെ ആ മനുഷ്യൻ കാണൂരല്ലോ. അഫ ഉംയാവാനി അന്തുമാഉ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങളുടെ 2 പേരുടെയും കണ്ണിന് കുരുട് സംഭവിച്ചിട്ടുണ്ടോന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. ആ ഗൗരവം എങ്ങനെയുണ്ടെന്ന്. കുരുടൻ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കുരുടനെ കാണുന്നില്ലേ? എവിടെ എത്തിയ ബഹുമാനികളെ? വ്യഭിചാരം ലോകത്തെ വ്യാപകമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് വ്യഭിചാരം നടക്കുന്ന ഒരവസ്ഥയായിട്ട് മാറിപ്പോയില്ല. എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പഴയ നിക്കാഹും കാര്യങ്ങളൊന്നും അല്ല ഇപ്പോഴും. പണ്ട് നിക്കാഹൊക്കെ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ്. എൻ്റെയൊക്കെ കുഞ്ഞുകാലിലുള്ള ചെറുപ്പത്തിലുള്ള കാര്യമാണ് ഈ ഓർക്കുന്നത്. നിക്കാഹിനൊക്കെ പോയാൽ അന്നത്തെ ദിവസം വിശപ്പ് മാറി ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഒരു ദിവസമെന്നാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ലേ? തറയിൽ, പിന്നീട് അത് ഡെസ്കിലേക്ക് മാറി. തറയിൽ ഇങ്ങനെ ഈ പിന്നെ പുല്ലുവായ പ്ലാസ്റ്റിക് വായൊക്കെ പിന്നീട് ഉണ്ടായതാണ്. ഈ പുല്ലുവായ ഇട്ടിട്ട് നടുക്ക ഇലയിട്ടിട്ട് അപ്പുറം ഇപ്പുറം ആളുകളിരിക്കും. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ മുഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, സാഹിബ് ചിക്കൻ കഴിക്കലില്ല. ഇല്ല ഞാൻ കഴിക്കലില്ല എന്ന്. അത് ചെറുപ്പം മുതലേ കഴിക്കലില്ല. അപ്പം ഞാൻ ഈ കോഴിയിറച്ചി കഴിക്കാത്ത ആളാണെന്ന് അറിയാവുന്നതുകൊണ്ടിട്ട് എന്ത് ചെയ്യും, എൻ്റെ മറുഭാഗത്തെ ഇറച്ചി കൂടുതൽ ഇഷ്ടമുള്ള ആൾ വന്നിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇന്ന് ഒരിലയിൽ 2 ആൾ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഈ ദുനിയാവിൽ അന്വേഷിച്ചാൽ കാണാൻ കഴിയുമോ? അപ്പുറം ഇപ്പുറം ഇരുന്നിട്ടാണ് കഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഇറച്ചി ഇട്ട് കഴിയുമ്പോൾ നിനക്ക് ഇറച്ചി വേണ്ടല്ലോ, ഇല്ല കഴിച്ചോളാൻ പറയും. അപ്പോൾ എൻ്റെ ഇറച്ചിയും കൂടി മൂപ്പർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ അവസ്ഥ അത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വിശന്നിട്ട് യാതൊരു നിവൃത്തിയില്ലല്ലോ, അവിടെ കല്യാണം ഉണ്ടല്ലോ, കാത്തിരിക്കുന്ന ഒരവസ്ഥ ഈ ഇരിക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പോഴും? പിന്നെ ഇപ്പം എന്താണ് നിക്കാഹിന് പങ്കെടുക്കുന്നതിൻ്റെ അജണ്ട? അതാ പറഞ്ഞേ, മൊത്തം ദീൻ കളഞ്ഞിട്ടുള്ള ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടി ഉറപ്പാ അടി വന്നുകൊണ്ടിരിക്കുന്നതായി കാണുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇമാം മഹ്ദി തങ്ങളുടെ വരവ് അള്ളാഹു എന്ന് എളുപ്പാക്കി തന്ന് അനുഗ്രഹിക്കണേ പടച്ചവനെ. സഹിക്കാൻ പറ്റാത്ത കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്കെന്താ കുഴപ്പമെന്ന് ചിന്തിക്കല്ലേ. ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും ഔ കമാ ഖാല റസൂലുള്ളാഹി. ഭയങ്കര വർത്താനാണ് ഇതൊക്കെ. മുസ്ലിമിൻ്റെ വിഷയത്തിൽ മുസ്ലിമിനൊരു വിഷമവും ബുദ്ധിമുട്ടും വരുമ്പോൾ ആ കാര്യത്തെ ഗൗരവത്തോടുകൂടി കാണാത്തവനാണ് നീയെങ്കിൽ ഈ സമുദായത്തിൽ നിനക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. അത് ഹരിയാനയിലല്ലേ, മറ്റേ ഫലസ്തീനിലല്ലേ, അല്ലെങ്കിൽ അത് അപ്പുറത്തെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലല്ലേ, എനിക്കല്ലല്ലോ. ഈ ഒരു നിലപാടിലാണ് നീ പോകുന്നതെങ്കിൽ നിനക്കിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല എന്നില്ല. പൗരത്വം ചോദിച്ചുകൊണ്ടിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വന്നത്. ആ രേഖ തന്നെ, ഈ രേഖ തന്നെ, മറ്റേ തന്നെ, മറിച്ച് തന്നെ, നിൻ്റെ വെല്ലുപ്പാൻ്റെ വെല്ലുപ്പ അവിടെ ജീവിച്ചതിൻ്റെ തെളിവ് വേണം. ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം ചോദിച്ചുകൊണ്ട് വന്നിട്ടെന്ന് പറഞ്ഞാൽ തെളിവില്ലാത്തൊരവസ്ഥയിലേക്ക് നിന്നെ എത്തിപ്പിക്കും. അങ്ങനെയാണ് നിന്നെ പൗരത്വത്തിൽ നിന്ന് പുറത്തു കളയുക. നിനക്കിവിടെ പൗരത്വം ഇല്ല. അതിനു മുമ്പേ മോളിൽ നിന്ന് പൗരത്വം വെട്ടി. ലം യഹ്തം ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമിൻ്റെ ഒരു വിഷയത്തിൽ, ഒരു വേദനയിൽ, അവൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നീ ഗൗരവമായിട്ട് അതിനെ പരിഗണിക്കാൻ നിനക്ക് തയ്യാറായില്ലെങ്കിൽ, അങ്ങനെയുള്ളൊരു മനസ്സ് നിനക്കില്ലെങ്കിൽ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് നീ ഔട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പൗരത്വം അവിടെ പോയി, മോളിലത്തെ പൗരത്വം പോയി, പിന്നെ ഇവിടുത്തെ പൗരത്വം കിട്ടിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സമുദായത്തിൻ്റെ വിഷയത്തിൽ വേദന ഉണ്ടാകുന്ന ഇതൊക്കെ നമ്മൾ വേദനിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹുവേ മൊത്തം മാറിപ്പോയല്ലോ അല്ലാ. ഇല്ലേ, ഇന്നത്തെ കല്യാണത്തിൻ്റെ അവസ്ഥകൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് എന്താണ് വിവാഹം? ഏത് സ്ഥലത്തും അതെ, ഏത് സ്ഥലത്തും അതെ. ദിവസങ്ങളോളം വാപ്പാനെ വച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പന്നനും തറവാടത്തുകാരനുമാണെങ്കിൽ കാണിക്കുന്ന 1-ാം നമ്പർ മരണാനന്തര ചടങ്ങ്. ഫീസലിലേക്കാണെങ്കിൽ ഞാൻ ഇതിലേക്കൊന്നും പോണില്ല, എല്ലാം കുത്തഴിഞ്ഞു, എല്ലാം കുത്തഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഒരു പരിഹാരമാർഗം? പരിഹാരമുണ്ട്. ഫഫിറു ഇലല്ലാഹ്, ഓടിക്കോളാൻ, അള്ളാഹുവിലേക്ക് ഓടിക്കോളാൻ. ഇൻ യൻസുറക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. മോളിൽ നിന്ന് സഹായം കിട്ടിയാൽ പിന്നെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ലടോ. മോളിൽ നിന്ന് സഹായം കിട്ടണം. ഇൻ യഖ്ദുൽക്കും, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിട്ടാലോ, ഫമൻദല്ലദി യൻസുറക്കും മിൻ ബഅദിഹി, ആരാടോ നിങ്ങളെ രക്ഷിക്കാനുള്ളത്? അലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചോ. പടച്ചോമ്പരാൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നിനക്കുണ്ടെങ്കിൽ നീ ഒരു നിലക്കും പരാജയം. എത്രയാ കിട്ടിയിരിക്കുന്നത്? കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ വലബത ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. എടോ, ചരിത്രങ്ങളൊന്നെടുത്ത് പരിശോധിക്കുക. ഖുർആൻ എനിക്ക് അഹ്സനുൽ ഖസസ് പറഞ്ഞതിന് എന്തിനാണെന്നറിയോ? ഖുർആനകത്തുണ്ട് ഖസസുകൾ, അഹ്സനുൽ ഖസസ്, നല്ല നല്ല ചരിത്രങ്ങൾ. എന്തിനാടോ ഈ ചരിത്രം അല്ലാഹു തആല വിശദീകരിച്ചിരുന്നത്? ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷം, മറുഭാഗം ബഹുഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം, സർവസന്നാഹത്തോടെ സർവ ആയുധരായിക്കൊണ്ട് വന്നപ്പോൾ ആയുധങ്ങളില്ലാത്ത ന്യൂനപക്ഷമാകുന്ന നിന്നെ അള്ളാഹു അവരുടെ മുന്നിൽ വിജയിപ്പിച്ചുവെങ്കിൽ ബിഇദ്നില്ലാഹ്. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ വലബത കസീറത്തൻ ബിഇദ്നില്ലാഹ്. അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടിയപ്പോൾ നിന്നെ അള്ളാഹു തആല എത്രയോ സംഭവങ്ങളുണ്ട്. അള്ളാഹിൻ്റെ സഹായം കിട്ടിയപ്പോൾ നീ വിജയിച്ചു. അള്ളാഹിൻ്റെ സഹായത്താൽ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. അവർ പരാജയപ്പെട്ടു, നീ വിജയിച്ചു. ഇല്ലേ? അങ്ങനെയല്ലേ? ഈ ഒരു നിലപാടിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടെങ്കിൽ മാറ്റം വരണം. വമാ ഖാന അല്ലാഹു യുഅദ്ദിബുഹും വഅൻത ഫീഹിം. അള്ളാഹിൻ്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷ വരൂല. റസൂലുള്ളാഹിനെ അങ്ങോട്ട് കൂട്ടപ്പിടിച്ചോ. പൊന്നാർ നബി തങ്ങളെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചോ. തങ്ങളെ കൂട്ടിപ്പിടിച്ചാൽ ഒരു ശിക്ഷ നിങ്ങൾക്ക് വരില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമൂലമാകുന്ന മാറ്റം. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാനീ പറഞ്ഞ് ശരിയല്ലെന്ന്. വിശപ്പ് മാറാൻ വേണ്ടി വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ ആരുണ്ട് ഇവിടെ? പിന്നെ എന്തിനാടോ കല്യാണം? പറ, എന്തിനാണ് നിക്കാഹിൽ പങ്കെടുക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ ആഭാസത്തരത്തിനും ആർഭാടത്തിനും അനാചാരത്തിനും വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നാളെ മൂത്താപ്പാൻ്റെ വീട്ടിൽ കല്യാണമാണ്, അപ്പം ഡ്രസ്സ് എടുക്കണം. മറ്റന്നാൾ അളിയൻ്റെ വീട്ടിൽ കല്യാണം, അപ്പം വേറെ ഡ്രസ്സ് എടുക്കണം.
ഈ ഡ്രസ്സുകളെല്ലാം, ഈ വസ്ത്രങ്ങളുടെ എല്ലാം ഈ മൂടുപടങ്ങളെല്ലാം കൊണ്ടുവന്ന് തുറന്നു കാണിക്കാനും ആഭരണങ്ങൾ പ്രദർശിപ്പിക്കാനും ഞാൻ വലിയ പ്രൗഢിയും ഗംഭീരവും വലിയ മഹത്വമുള്ള വ്യക്തികളാണ് എന്ന് ധരിപ്പിക്കാനും വേണ്ടി ഒരു പ്രദർശനശാലയായിട്ട് ഇന്ന് വിവാഹങ്ങൾ മാറിക്കഴിഞ്ഞു ഇല്ലേ? ഇന്ന് ഏത് വീട്ടിലെടുത്ത് നോക്കിയേ, ഒരു വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഡ്രസ്സാണോ എടുത്തേക്കണത്? പരിശോധിച്ച് നോക്ക്. ചെലവ് ചെയ്യുന്നതിൽ സൂക്ഷ്മത പാലിക്കാത്ത ഒരവസ്ഥയാണ് നിനക്കുള്ളതെങ്കിൽ നിന്നിലേക്ക് അള്ളാഹു കടുത്ത ദാരിദ്ര്യത്തെ എത്തിച്ചു കളയുന്നതാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ്. കളിയല്ല ഇത്. വീട്ടിൽ ധരിക്കാനുള്ള നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലുള്ളൊരവസ്ഥയാണോ? ഓരോ ദിവസവും ഡ്രസ്സ് എടുക്കുകയാണ്, ഓരോ ദിവസവും. നിങ്ങളത് ഉപയോഗിച്ചത് അതിൻ്റെ ആ ഉപയോഗം തീർന്നതിന് ശേഷം അല്ല അടുത്തെടുക്കണത്. ഇന്നൊരു കല്യാണം, നാളെ കല്യാണം ഉണ്ടെങ്കിൽ നാളെ എടുക്കും, മറ്റന്നാളുണ്ടെങ്കിൽ അടുത്ത ദിവസം എടുക്കും. ഇന്ന് കൊണ്ടുവന്നതായ സ്വർണം കൊണ്ടേ നാളെ മാറ്റി മേടിക്കും. ഇതെല്ലാം ഈ രീതി എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുന്നതിൽ യാതൊരു സൂക്ഷ്മതയുമില്ല. ഇങ്ങനെ സൂക്ഷ്മതയില്ലാതെ ചെലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ പോവുകയാണെങ്കിൽ കടുത്ത ദാരിദ്ര്യത്തേക്ക്. അങ്ങനെ തന്നെയല്ലേ കാലം വന്നുകൊണ്ടിരിക്കണം. ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടാവും. പലരൊക്കെ ധരിക്കുന്നത് ഈ സർക്കാർ അങ്ങോട്ട് മാറി UDFൻ്റെ ഭരണം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ റിയൽ എസ്റ്റേറ്റ് മടങ്ങി വരുന്ന ഒരു കാലത്തും മടങ്ങൂല. നിങ്ങൾ മനസ്സിലാക്കിയേക്കോ, കടുകടുത്ത ദാരിദ്ര്യത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ കൊണ്ടുപോയിരിക്കുന്നത്. പഴയ ഗൾഫുണ്ടോ ഇപ്പം എല്ലാ ഭാഗത്തും പരാജയം. വളരെ സൂക്ഷിച്ചോളാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിനക്ക് രക്ഷ വേണ്ടേ? എന്താ ഇപ്പം രക്ഷ? രക്ഷയുടെ മാർഗം എന്ന് പറയുന്നത് മുങ്ങി മരിക്കാൻ പോകുന്നവന്റെ ദുആ ഉള്ളവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. മുങ്ങി മരിക്കാൻ പോവാണ് ഒരാൾ, ബഹറിലേക്ക് ഒരാൾ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മുങ്ങുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, അയാൾക്ക് ദുആയ്ക്ക് വല്ല റെസ്റ്റും ഉണ്ടാവുമോ? ഉമ്മ കുടുംബം നല്ല അസൽ കുടുംബം, മോനെയാണെങ്കിൽ കാണാൻ നല്ല ചുറുചുറുക്കുള്ള നല്ല മോൻ, എൻ്റെ മോൾക്ക് പറ്റിയ ഇണ. ഒരു വാപ്പാടെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇതേ. പൊന്നുമോക്ക് വേണ്ടി ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഉപ്പാടെ മനസ്സിലുള്ള ആ സ്വപ്നമല്ല ഈ പൂവണിയാൻ പോണതല്ലേ? വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച എത്തുന്നതിന് മുമ്പ് തലാക്ക് കിടക്കുക. എത്രയുണ്ടെന്നറിയാമോ? എത്ര. ഈ റമദാനിന് ശേഷം നടന്ന ഒരു നിക്കാഹ്, എൻ്റെ ഒരു അകന്ന കുടുംബപരമായിട്ട് കുറച്ച് അകലം എങ്കിലും അവരുമായിട്ട് അടുപ്പമുണ്ട്. ഈ റമദാനിന് ശേഷം നടന്ന നിക്കാഹ തലാക്കിയില്ലേ? വലിയ പെരുന്നാൾ എത്തുന്നതിന് മുമ്പ് തലാക്കിയില്ലേ? നല്ല കുടുംബം, നല്ല പയ്യൻ. ആ പയ്യൻ എൻ്റെ വീട് എന്തുമല്ല സുമുഖനാന്നറിയാം, നല്ല ശാന്തനായ പയ്യൻ, ഒരു കുഴപ്പമില്ല. 38 കൊല്ലം മുമ്പ് തുരുത്തേല് അലവിക്കുഞ്ഞു മൗലവിയുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിന് പോയപ്പോൾ കപ്പടമീശ വെച്ചുകൊണ്ടിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞവൻ ഷാപ്പി കയറുന്നത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അവൻ കള്ളുകൂടിയനാണെന്നുള്ളത് അവിടെയുള്ള ആളുകൾക്കറിയാം. ഇവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല. അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ പേഴ്സിൻ്റെ ഉള്ളിലാണ് അവൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്നിരിക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് സമുദായം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തലാക്കുകൾ കൂടുന്നു. അതിനോടൊപ്പം തന്നെ ഇതില്ലാത്ത നിലയ്ക്കും വിവാഹമോചനങ്ങളും കുടുംബത്തിൽ അസ്വസ്ഥതയും കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദുആക്ക് ഉത്തരവുണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോളണം എല്ലാവരും. 3 ദുആക്ക് ഉത്തരവുണ്ടെന്ന് പറഞ്ഞു. സലാസ ദഅവാത്തിൻ മുസ്തജാബത്തുൻ. അത് പറഞ്ഞിട്ട് നിർത്തിയില്ല. ലാ ശക്ക ഫിഹിന്ന, യാതൊരു സംശയമില്ല. 3 ദുആ ഉറപ്പായിട്ടും അല്ലാഹു തആല സ്വീകരിക്കും. നമ്പർ 1 ഏതാണെന്നറിയോ? ദഅവത്തുൽ വാലിദി നബിയുനാ റസൂലുള്ളാഹി. നിൻ്റെ മാതാവും പിതാവും നിനക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. ഈ വിഷയത്തിൽ ഇന്നത്തെ ആധുനിക ദമ്പതികൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. 99%. ഭാര്യയായി വരുന്ന പെൺകുട്ടിയുടെ മാതാവ് പിതാവ്, ഭർത്താവായി വരുന്ന ചെറുപ്പക്കാരൻ്റെ മാതാവ് പിതാവ്, ഇത് രണ്ടും ഈ 2 പാർട്ടിക്കും തമ്മിലുള്ള ബന്ധം എന്താ? നമ്മളെ അല്ലാഹു തആല കൂട്ടിയണിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്ന് നമ്മുടെ ടൈലർ മുഹമ്മദ് സാഹിബിൻ്റെ വീട്ടിലേക്ക് എന്നെ നമ്മുടെ സെക്രട്ടറി കൂട്ടിക്കൊണ്ടുപോയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അവരൊക്കെ ആദ്യം കാണുക. എന്നെ മുമ്പ് കണ്ടിട്ടുണ്ട്. മൂപ്പര് ഇവിടെ കൊടുവിളങ്ങി അല്ലാത്ത ഇത്തിരി ഉള്ളതിനകത്ത് എവിടെയാ മുറ്റ ഹുസൈൻ്റെ നാടേതാ പറഞ്ഞ് കടുവിനാല്
കടുവിനാൽ വെച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, ഒരു കമ്മിറ്റിക്കാർ പെട്ട പലരൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സാമാന്യ മര്യാദ അവർക്ക് കൊണ്ട് ദ്വാരക്കാന്നുള്ളൂ. പഠിച്ചവനെ, ഈ ദുനിയാവിൽ ഞങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്താണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടിയത്. ആ തങ്ങളോടൊപ്പം മാഷറിൽ കൂടാൻ അള്ളാഹു അനുഗ്രഹിക്കണേ. അതല്ലേ ശരി? ആ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 3 ദുആക്ക് ഉത്തരമുണ്ട് മക്കളെ. ഒന്നാമത്തേത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ദുആയാണ്. ആ നബിത്തങ്ങൾ നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് 3 ശൈലിയിലാണ്. ഇത് ചുമ്മാതെ അല്ലല്ലോ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചുമ്മാ എന്തെങ്കിലും പറയോ? ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹ. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു അക്ഷരവും പറയുന്നില്ല. ഈ ഭൂമുഖത്ത് മനുഷ്യനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് 3 ബന്ധങ്ങളെ കൊണ്ടിട്ടാണ് അല്ലേ? രക്തബന്ധം, വിവാഹബന്ധം, മുലകുടി ബന്ധം. രക്തബന്ധം എന്ന് പറഞ്ഞാൽ അസൽ ബീജത്തിൻ്റെയും രക്തത്തിൻ്റെയും ഗർഭപാത്രത്തിൻ്റെയും ബീജത്തിൻ്റെയും ഉടമ, അത് ഒറിജിനൽ ആ ബാപ്പ ഉമ്മ, അത് ബന്ധം. രണ്ടാമത്തെ ബന്ധം ഏതാണ്? വിവാഹബന്ധം. ഈ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മകളെ ആ വാപ്പ ഈ ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തിക്കൊണ്ടിട്ട് സവ്വജത്തുക്ക എന്ന് പറയുമ്പോൾ, രണ്ടാളതിന് സാക്ഷിയാകുമ്പോൾ ഈ മോൻ ഈ വാപ്പ ഇവൻ്റെ ഒറിജിനൽ വാപ്പയായി. ചുമ്മാതെ അല്ല ഈ വിവാഹബന്ധം എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ 2 പൂർത്തിയായി എന്ന് പറയുന്നത് ചുമ്മാതെ അല്ല. അത്രയും വലിയ ത്യാഗമുണ്ട് ഇതിനകത്ത്. തൻ്റെ ഉമ്മ പെണ്ണ്, തൻ്റെ പെങ്ങന്മാർ പെൺകുട്ടികൾ, തൻ്റെ ഭാര്യ പെണ്ണ്, ഈ ഉമ്മാനോടും പെങ്ങന്മാരോടുമുള്ള കടമകളും കടപ്പാടുകളും 1 ഇഞ്ച് പോലും കുറയാതെ തന്നെ അഭയം തേടി തന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി വന്ന തൻ്റെ ഭാര്യയുടെ സർവ്വ അവകാശങ്ങളും വീട്ടിൽ കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ തയ്യാറാവണം. അവൻ അനുഭവിക്കുന്ന വിഷമമൊന്ന് ചിന്തിച്ചു നോക്കി. ഉമ്മാക്ക് വിഷമം വരാൻ പാടില്ല. ഉമ്മായുമായിട്ടുള്ള ഇടപെടലിലും സ്നേഹത്തിലും ആദരവിലും 1 ഇഞ്ച് താഴത്തേക്ക് പോയാൽ പൊളിഞ്ഞു. സ്വന്തം വാപ്പ, സ്വന്തം സഹോദരന്മാര്, സ്വന്തം വാപ്പ, സ്വന്തം സഹോദരന്മാര്, അതിനോടൊപ്പം അമ്മാച്ചൻ. സ്വന്തം വാപ്പാക്ക് ഏത് രീതിയിലുള്ള പരിഗണനയും ഏത് രീതിയിലുള്ള ബഹുമാനവും നൽകിയിട്ടുണ്ടോ അത് 1 ഇഞ്ച് പോലും താഴത്തേക്ക് പോകാതെ അതേ പദവിയിൽ തൻ്റെ അമ്മാച്ചനെ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പിതാവിനെ ആദരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാകണം. അപ്പോൾ 2 വാപ്പായും 2 ഉമ്മായും അസലാ. സ്വത്തിന് അവകാശം നിങ്ങളത് ചിന്തിച്ചു നോക്ക്. സ്വന്തം ഉമ്മാനെ തൊട്ടാൽ ഒന്ന് മുറിയോ? ഇല്ല. ഭാര്യയുടെ ഉമ്മാനെ തൊട്ടാലോ? ഇതാണ് ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധമല്ല ഇത്. അമ്മാച്ചൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വത്ത് നിനക്ക് വന്നില്ലേ? ഈ നിലക്കെല്ലാം ബന്ധപ്പെടുത്തിയതാണെങ്കിൽ ആ ബന്ധം എല്ലാ ഭാഗത്തും വേണമെന്ന്. ഇത് ഇന്നത്തെ ഈ പുതിയ തലമുറയിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, അതെല്ലാം ഒറിജിനൽ ഉമ്മ വാപ്പ. ഭർത്താവിൻ്റെ വാപ്പ ഉമ്മ അത് വേറെ. നൂഹ് ഉസ്താദ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്. മഹാനായ മൗലാന നൂഹ് ഉസ്താദ് അവർ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജാത്തുകൾ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മൂപ്പരിങ്ങനെ സംസാരിക്കുമ്പോൾ പറയണത് ഞാൻ ഒരിക്കൽ കേട്ടതാണ്. എൻ്റെ ഉമ്മ, നിൻ്റെ ഉമ്മ ചുമ്മ. അങ്ങനെയാണ്. ഇങ്ങനെയല്ല. എൻ്റെ ഉമ്മായും ഉമ്മയാണ്, ഭർത്താവിൻ്റെ ഉമ്മയും ഉമ്മയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പരിഗണന ഈ ഏത് കുടുംബത്തിലുണ്ട്? ആ പരിഗണന ഇല്ലാത്ത കുടുംബക്കാരൊന്ന് കൈവൊക്കിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ കൈ പൊക്കാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. ആരും പൊക്കല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. പരാജയമായോ? ഓ പടച്ചവനെ, എൻ്റെ മകൻ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന എൻ്റെ മോള് അല്ലാ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഒരു ഭർത്താവിൻ്റെ മാതാവ് മനസ്സുകൊണ്ട് കരുതിയാൽ തീർന്നില്ലേ? പീസായി പോയില്ലേ? ഒരു മകളുടെ വാപ്പ, ഓ പടച്ചവനെ, ഞാൻ ചോര നീരാക്കി സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് എൻ്റെ മകൾക്ക് ഞാൻ ഒരു ഇണയെ കണ്ടെത്തിയെങ്കിൽ പടച്ചവനെ അവൻ എന്നെ ഈ നിലയ്ക്ക് വേദനിപ്പിക്കുകയാണല്ലോ അല്ലാ എന്ന് ഒരു പെൺകുട്ടിയുടെ പിതാവിൻ്റെ മനസ്സ് വേദനിച്ചാൽ ആ മകൻ ഈ ദുനിയാവിൽ രക്ഷപ്പെടുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. തകർച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. തകരാനുള്ള എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യണം.
അപ്പോൾ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? നിക്കാഹും ഒക്കെ കാര്യങ്ങളെല്ലാം വളരെ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു വയ്ക്കണമെന്ന്. എങ്ങനെ പിടിച്ചു വയ്ക്കണം? മുങ്ങിത്താഴാൻ പോകുന്ന ഒരു മനുഷ്യൻ പിന്നെ ദുആ ചെയ്യുന്നത് പോലെ അള്ളാഹുലേക്ക് ദുആ ചെയ്യണം.